ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തേങ്ങാച്ചോറ്, ഇറച്ചി വരട്ടിയത്, മോര് കാച്ചിയത്, ഇത് ഞങ്ങളെ മലപ്പുറത്ത് മാത്രം കിട്ടുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ സാധാരണ ചോറുണ്ടാക്കുന്ന അരി കുറച്ച് കഴുകി എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടുക. അതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കുക. പിന്നെ ഇവിടെ 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ മിക്സിയിലൊന്ന് ചെറുതായിട്ട് അരച്ചെടുത്തത് അതിലേക്ക് ചേർക്കുക. ഇത് കുറച്ചധികം തേങ്ങ വേണം. എന്നിട്ട് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് എല്ലാ ഭാഗത്തും അരിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഞാനിവിടെ ഇതിന് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം ഞാനിതിലാണ് സാധാരണ ചോറ് വെക്കാറുള്ളത്. അപ്പോൾ എനിക്കറിയാം ഈ അരിക്ക് എത്രത്തോളം വേവുണ്ട് എന്നുള്ളത്. അപ്പം ഇത് വറ്റി വരും വേണമല്ലോ. അപ്പോൾ അതിനാവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് അടച്ച് വെക്കുക. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ബീഫ് റെഡിയാക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം വലിയ ഉള്ളി, അതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞ തക്കാളി, 3 പച്ചമുളക് നീളത്തിൽ കീറിയത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും എല്ലാം ചേരുന്ന രീതിയിൽ, എല്ലാ കൂട്ടുകളും ചേരുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചാൽ മതി. ഞാനിവിടെ ചെറിയ തീയിലാണ് ഇത് വേവിക്കുന്നത്. ഈ ചെറിയ തീയിൽ കിടന്ന് വേവിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതവിടെ കിടന്ന് വേവിട്ടെ. നമുക്ക് നമ്മളെ ചോറ് എന്തായി നോക്കാം. ചോറ് ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് നമ്മൾ ബീഫ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉലുവ ചേർത്തിട്ട്, തിളച്ചതിന് ശേഷമാണ് ഉലുവ ചേർക്കുന്നത്. ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും ഉലുവ എത്തുന്ന രീതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളക്കുമ്പോഴാണ് നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്യാൻ പറ്റുക. എന്നിട്ട് തിളച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് അത് വീണ്ടും അതേപോലെ തന്നെ ചെറിയ തീയിൽ വേവിക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്ന് ഈ ചോറ് കുറച്ച് കുഴഞ്ഞ രീതിയിൽ കഴിക്കുമ്പോഴാണ് എനിക്കിഷ്ടം. എനിക്കും ഹസ്ബൻഡിനൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ ചോറൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സ്പെഷ്യൽ മോര് കാച്ചിയത് എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കാം. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നാക്കി തിളപ്പിക്കാൻ വെക്കണം. ഇത് സാധാരണ മോര് കാച്ചിയതല്ല, ഒരു മലപ്പുറം സ്പെഷ്യൽ മോര് കാച്ചിയതാണ്. മോരില്ലാതെ മോര് കാച്ചിയത് എന്നൊക്കെ പറയും. ഇതിലേക്ക് നമ്മൾ മോരൊന്നും ഒഴിക്കുന്നില്ല. ഇനി നമുക്കിതൊക്കെ ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങാമുറി ചിരണ്ടിയതെടുത്തിട്ട് ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ 2 അല്ലി ചെറിയ ഉള്ളിയും കൂടിയും ചേർക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മതി ചെറിയ ജീരകം ചേർത്തിട്ട് നല്ല പോലെ പേസ്റ്റാക്കി എടുക്കണം. നന്നായിട്ട് അരയണം കേട്ടോ. അതിൽ തരികളൊന്നും ഉണ്ടാവരുത്. നല്ല പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളെ മഞ്ഞൾ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളെ തേങ്ങ, ഈ അരപ്പ് അതിലേക്ക് ചേർക്കുക. ഈ തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കൂടുതൽ പുളി പിഴിഞ്ഞ വെള്ളമാണ് അതിലേക്ക് ചേർക്കുക. ഈ പുളിയുടെ അതാണ് ഈ കറിക്ക് ഉണ്ടാവുക. പുളിയുടെ പുളി ഉണ്ടല്ലോ, അതാണ് ഈ കറിക്ക് ഉണ്ടാവുക. അല്ലാതെ മോരിൻ്റെ പുളിയൊന്നും ഇതിലേക്കില്ല. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അത് വീണ്ടും നല്ല പോലെ തിളപ്പിക്കുക. ഈ പുളീൻ്റെ എല്ലാതും പുളിയൊക്കെ അതിലേക്ക് ഇറങ്ങണം. നമുക്ക് പുളിയുടെ രുചി കിട്ടണം. അപ്പോൾ നല്ല പോലെ തിളപ്പിക്കാം. അതിന് ശേഷം ഇനി നമുക്കിതൊക്കെ വേണ്ടത് ഒരു 2 സ്പൂണ് പൊടി, അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൽ കട്ടിയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് ഈ ചെറിയ തീയിലേക്കാക്കുക നമ്മൾ ഈ മോര്. അതിന് ശേഷം അത് കൊയ്ക്കുക.
അതിലേക്ക് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ നല്ല പോലെ ഇളക്കണം, അല്ലെങ്കിൽ അത് അടിപിടിക്കും, കട്ട പിടിക്കും. അപ്പോൾ നല്ല പോലെ ഇളക്കിയിട്ട് അപ്പോൾ ഇതിങ്ങനെ കുറുന്ന് വരും. ഈ ഒരു രീതിയിലാണ് ഇത് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊരു കുറുന്നനല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അത് ഒഴിക്കാം. അപ്പോൾ എത്രത്തോളം കുറുന്നനായിട്ട് കിട്ടണോ അതിനനുസരിച്ചിട്ട് പൊടി കലക്കി ഒഴിക്കുക. അപ്പോൾ നമ്മളെ മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫ് എന്തായി നോക്കാം. ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ആക്കാം, പക്ഷേ നമുക്ക് ഇത്ര മതി. ഈ ഒരു ഇതിൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയാണ് ചേർക്കുന്നത്. ഈ ലാസ്റ്റാണ് മല്ലിയില ചേർക്കുന്നത്. ആ മല്ലിയിലയോട് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ബീഫിൽ കുറച്ച് കളർ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. അത് നന്നായി മൂത്ത് ഉള്ളിയുടെ കളറൊക്കെ മാറിയതിന് ശേഷം ഞാൻ ബീഫ് ഇതിലേക്ക് എടുത്തിട്ടാണ്, എല്ലാ ബീഫും എടുത്തിടണില്ല, കുറച്ച് ബീഫ് മാത്രം എടുത്തിട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി നല്ലോടത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതെടുത്തിട്ട് വീണ്ടും നമ്മളെ ബീഫിൻ്റെ ചട്ടിയിലേക്ക് തന്നെ മാറ്റുന്നുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇതെടുത്തിട്ട് പിന്നെ നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ മാറ്റുകയാണ്. എല്ലാ ഭാഗത്തേക്കും ആവണം. എന്നിട്ടത് ആ ബീഫ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഇത്രയേ ഉള്ളൂ. നമ്മളെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്നേ ഉള്ളൂ. തേങ്ങാച്ചോറും ബീഫും മോര് കാച്ചിയതും. ഈ മോര് കാച്ചിയത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. കാരണം അത്രയും സ്പെഷ്യലാണിത്. മലപ്പുറം ഭാഗത്താണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. കാരണം അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ഫങ്ഷൻസിലും കാര്യങ്ങളിലൊക്കെ ഈ മോര് കാച്ചിയതുണ്ടാക്കും. അതേപോലെ ഇതേപോലെ ബീഫ് വന്ന് വരട്ടി നോക്കാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഒന്നും കൂടി ഡ്രൈ ആക്കേണ്ടവർക്ക് ഒന്നും കൂടി ഡ്രൈ ആക്കാം. അല്ല ഇതേപോലെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. തേങ്ങാച്ചോറും ബീഫും മോര് കാച്ചിയതും അതിലേക്കൊരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്.